റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബുൾസൈ വാട്ടർ ലില്ലിനെ കുറിച്ചാണ് കേട്ടോ. ബുൾസൈ വാട്ടർ ലില്ലിയുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ബുൾസൈ വാട്ടർ ലില്ലി ആദ്യമായിട്ട് കാണുന്നവർക്ക് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ബുൾസൈ. കാളയുടെ കണ്ണ് പോലത്തെ ബുൾസൈ, അത്രയ്ക്ക് തീക്ഷ്ണമായിട്ടുള്ള ഫ്ലവറാണ് നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലിയിൽ ഉണ്ടാകുന്നത് കേട്ടോ. ബുൾസൈ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ബുൾസൈ വാട്ടർ ലില്ലിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി, ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കയറി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുപോലെ കേട്ടോ. അപ്പം നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. അപ്പം അതിമനോഹരിയായ പൂക്കളാണ് ബുൾസൈ വാട്ടർ ലില്ലിയിൽ ഉണ്ടാവുന്നത്. ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ സീസണില്ലാതെ ഫ്ലവർ ചെയ്യും. മഴയത്തും വെയിലത്തും ഒക്കെ ഇതിൽ പൂക്കൾ കാണും. അപ്പം ബുൾസൈ വാട്ടർ ലില്ലി എന്ന് പറഞ്ഞു കഴിയുമ്പം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഗാർഡനിൽ ഏറ്റവും സൗന്ദര്യം നൽകാനായിട്ട് ഈ ഒരു ബുൾസൈ വാട്ടർ ലില്ലിക്ക് സാധിക്കും കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മജന്ത കളറാണ് ബുൾസൈക്കുള്ളത്. ബുൾസൈയുടെ ലീഫുകൾ ഇതുപോലെ നിയോൺ ബ്രൈറ്റ് ആയിട്ടുള്ള ലീഫുകളാണ്. അത്യാവശ്യം വലിയ ലീഫുകളായിട്ട് മാറും നമ്മൾ പോട്ട് ചെയ്യുന്ന ഏരിയയുടെ ഒരു വലിപ്പം അനുസരിച്ച്. ഇതിപ്പോൾ 45 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടബിലാണ് നട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അത്യാവശ്യം വലിയ പൂവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലും വലിയൊരു ഏരിയയിൽ ഇത് പോട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ലീഫുകളും വലിയ പൂക്കളുടെ എണ്ണവും കൂടും. ഇപ്പം ഇവിടെ ഒരു പൂവാണുള്ളത്. ഇതിനു മുമ്പ് ഇത് കണ്ടോ, ഇതുപോലെ പൂക്കൾ ധാരാളമൊക്കെ വിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നാളത്തേക്കുള്ള മൊട്ട് വരുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ദിവസേന പൂക്കൾ തരുന്ന ഒരു വാട്ടർ ലില്ലി തന്നെയാണ് നമ്മുടെ ബുൾസൈ. ബുൾസൈ വാട്ടർ ലില്ലി നല്ല മണമാണ് കേട്ടോ. ആഹാ, എന്ത് നല്ല മണമെന്നറിയാം നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലിക്ക്. നിറച്ച് ഈ അല്ലികളിൽ തേനും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പം ഇത് നമ്മൾ ഇതിന് ഇലയിൽ നിന്നൊന്നും തൈകളുണ്ടാകുന്ന BV പാലസ് വെറൈറ്റി അല്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുകൾ കാണും. ഏകദേശം ഇത് ഡോർമെൻ്റ് ആയി കഴിയുമ്പോഴത്തേന് ഇത് നമ്മൾ റീപോട്ടിങ്ങിൻ്റെ സമയത്ത് അത്യാവശ്യം 3-4 കിഴങ്ങുകളൊക്കെ തന്നെ ഇത് തരും. ആ ഒരു കിഴങ്ങ് നമ്മൾ പോട്ട് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഇലകൾ വന്ന് തുടങ്ങുന്നതോടുകൂടി ഇത് മൊട്ടും വരാനായിട്ട് തുടങ്ങും. ഒരു പൂ ഇട്ടാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. കൂടാതെ നമ്മൾ ഇത് പോട്ട് ചെയ്യുമ്പം ചാണകപ്പൊടിയും പിന്നെ കൊടുത്താൽ മതിയാവും. പ്രത്യേകിച്ച് ഞാനിവിടെ പോട്ട് ചെയ്തേക്കുന്ന എല്ലാ പ്ലാന്റിനും ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത്. എല്ലുപൊടി ഉള്ളവർക്ക് കൊടുക്കാം. അതൊന്നും അമിത അളവിലാകരുത്. കല്ല് കളഞ്ഞ മണ്ണിൽ നമ്മൾ പോട്ടിന് നടുക്കായിട്ടാണ് പോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ഈ ഒരു വാട്ടർ ലില്ലി ദിവസേന പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള നിറവാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ബുൾസൈ വാട്ടർ ലില്ലി ഇഷ്ടമായിട്ടുണ്ടോ? ഇത് നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലിയുടെ മറ്റൊരു ടബാണ് കേട്ടോ. ഇതിലും ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.